ഞാനേ വയനാട് എടത്തന തറവാട്ടിൻ്റെ അടുത്ത്, തറവാട് അപ്പുറത്താണ്, എൻ്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് ഉള്ളത്. ഇവിടുത്തെ നായാട്ടിന്, പണ്ട് നായാട്ടിന്, ഇപ്പം നായാടൊന്നുമില്ല, അതിൻ്റെ അമ്പും വില്ലൊക്കെയാണ്. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കയറിയതാ. പണ്ടത്തെ ആയുധങ്ങളാണ്. ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എല്ലാവരും കണ്ടിട്ടില്ലൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല അമ്പും വില്ലും എന്നാ ഉറപ്പ്. ഇത് പക്ഷീനെയല്ലോ അമ്പ് ചെയ്തിടുന്നത്, ഷാർപ്പില്ലാതെ. പറയാം ഓർത്തു ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് ട്രൈ. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാല് ഭയങ്കര സ്ട്രോങ് ആണ്. ഞങ്ങള് വിചാരിക്കുമ്പോ ഇത് സ്ട്രോങ് അല്ലാന്ന് വിചാരിക്കും, പക്ഷെ ഞാനിവിടെ റബ്ബർ ബോട്ടിന്റെ ക്ലാസ്സിന് വന്നതാ. ട്രെയിനിങ് ആണ്, ഇന്ന് നാളെ മറ്റന്നാൾ 3 ദിവസത്തെ ട്രെയിനിങ് ആണ് വയനാട്. അപ്പോ ഇതിന്റെ പ്രാന്തപ്രദേശത്തെ കൂടി ഒന്ന് വിരഹിക്കാന്ന് വിചാരിച്ചു. വിഹരല്ലേ ഇതൊന്നും നമുക്ക് എയ്യണമെന്നുണ്ട്. ഇത് ഏടി എയ്യ മാവിനെ ചെയ്ത് നോക്കിയാലോ? അത് മാറിപ്പോയേക്കല്ലേ, മനസ്സില്ല. നോക്കട്ടെ, മാവിനൊന്ന് കൊടുത്തു നോക്കട്ടെ. എല്ലാം കുറയുന്നുണ്ട്. അയ്യോ മിസ്സായി ഉന്നമ്പാളി. ഒന്നും കൂടി അടുക്ക അതിനെ ചെയ്ത് നോക്കട്ടെ. നോക്കട്ടെ ആകുമെന്ന്. ഷോട്ട് ഉന്നം പിഴച്ചു. മറ്റൊന്നും കൂടി എടുത്തോ. ഇത് മുഴുവൻ കളക്ഷനാ. ഇത് മൊത്തം പഠിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കാട്ടിൽ പോയാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കാണാണ്ടാവില്ല. ഇത് യൂട്യൂബിലിട്ടത് ദൂരം കാണാൻ വേണ്ടിയാണ്. കാട്ടിൽ കാണില്ലല്ലോ. ഞാൻ നിങ്ങളെ ചേർത്തത് അതിന്റെ ഉള്ളിലാവോ? ആക്ച്വലി ഒരു ഇതുണ്ട്, ചോട്ടിൽ അതിന്റെ അവിടെ പിടിച്ചിട്ട് ഇതാണ്. ഓ, നമ്മളിവിടെ ഇവിടെ പഠിച്ച് വെച്ചെടുക്കാൻ വരും. ഇവിടെ പഠിക്കണം അല്ലേ? ഇതായി പോകും. നെക്സ്റ്റ് സിയാദിനെയാണ്. അടുത്ത ബാഹുബലി 3 ഓട്ടം കണ്ടു. നമുക്ക് 3 എണ്ണം ഇല്ലേ ബാഹുബലിന്റെ? അത് നോക്കിയാലോ? ഒന്ന് വിളിക്കാനാവുന്ന കൊടുത്തു. ഓ, എക്സ്പീരിയൻസ് തട്ടി നോക്കിയാ ഇതെന്തായാലും ഞാൻ കൊടുക്കും. മാറി അവരങ്ങ് പോകുന്നു. ജസ്റ്റ് മിസ്. ചോര വന്ന് അല്ല പാല് വന്ന്. അത് ചെറുതാ, അതെടുക്ക്. ഒരു ചെറുതുണ്ട് ഇതാ, ഒരു ചെറുത് ഓടുന്നു. അതല്ല ഇത്, പക്ഷെ നായി ഉപദ്രവിക്കുമെന്ന് ഡൗട്ടുണ്ട്. ഓ, അതല്ലേ നായൊന്നും ഉപദ്രവിക്കില്ല മോനെ. അത് കുട്ടിയൊക്കെ പഠിക്കാനല്ലേ? അതാ കറക്റ്റ്. ഇത് നമുക്ക് പറ്റിയത് ഇതാണ്. ഇത് 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 മുതിർന്ന ആൾക്കാർക്ക് പറ്റിയത്, കുട്ടികൾക്ക് പറ്റിയത് ഇതാണ്.
ഇല്ല ഇല്ല ഞാൻ നിർത്തി. പുതിയ ഐറ്റോ. എന്നിട്ട് എങ്ങനെ എടുക്കുക? ഷട്ടർ ഇട്ടാൽ അറിയില്ലല്ലോ. ആ ഇല്ല ഇല്ല അറിയില്ല, കാണുന്നില്ലല്ലോ, ആരും കാണുന്നില്ല. അല്ല അതൊന്നും പറ്റാ. ഷട്ടർ പൊക്കിട്ട് ഇങ്ങനെ എടുക്കും. കത്തി അത് മറ്റേ ഒരാൾ തന്നെ ഉണ്ടാവും, തിരിച്ചങ്ങനെ തന്നെ ഇടും. തിരിച്ചിടുമ്പോ ഇത് മാറിപ്പോനെ തീർന്നു. ഇടുമ്പോ മാറിപ്പോയാലും ഒരു വർഷം ഖർച്ചായോ? മൂർച്ചണ്ടാ? പുതിയ ഐറ്റോ. പിടിക്കുന്ന സാധനമാണ്. അകത്തേക്ക് ഇരുന്ന് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനല്ല സാറേ, അല്ല കോരുന്നല്ല, അങ്ങനെ വെച്ച് മതി. ഏത് മീൻ കാറ്റത്തിലില്ലേ, പിന്നെ ഈ മീൻ ഇതില് വന്നപ്പോ തിരിച്ച് റിട്ടേൺ വരില്ല. അതെന്നാ അതെന്നാ സെറ്റപ്പ്? അങ്ങോട്ട് കേറാനേ പറ്റി. ഇതിന്റെ ഉള്ളിൽ പോകാൻ പറ്റും. പിന്നെ ഇത് തുറക്കാം, മീന് ഇതുവഴി ഉള്ളിൽ കയറും. എന്നിട്ട് ഇതിന്റെ അടിയിലാ നിക്കുക. പിന്നെ മേലെ കയറ്റിട്ട് വരാൻ പറ്റില്ല. മീൻ അടക്കണമെങ്കിൽ ഇവിടുന്ന് വേണം തുറക്കണമെങ്കിൽ. എവിടുന്ന് അതിലാണെങ്കിൽ ഫുള്ളായിട്ട് നിറഞ്ഞെടുക്കും. നിങ്ങൾ രാവിലെ നോക്കും, കണ്ടത്? കണ്ട്. രാവിലെ ഇതിലൂടെ അല്ലേ? ഇതിലൂടെ കേറി കഴിഞ്ഞാല് വീണ്ടും പുറത്തേക്ക് വരാൻ പറ്റില്ല. വെള്ളത്തിന്റെ അടുക്ക് ഇങ്ങനെ വിറ്റു. മഴക്കാലത്ത് മഴയ്ക്ക് കൂട്ട് വരില്ലേ, ആ സമയത്ത് മീൻ കഴിഞ്ഞാ ഇതിലെ ഊരിങ്ങിടും. ഇതാണ് ഗൈസ് പണ്ടത്തെ കൊട്ടാരം എന്നൊക്കെ പറയാം. ഈ തറവാടിന് എന്തൊരു കഥയില്ലേ? നിങ്ങൾ തന്നെ കഥ പറഞ്ഞാൽ അടത്തിട്ടുന്നാ ചാമ്പി. എവിടെ ചന്ദ്രേട്ടോ? എവിടെ തറവാട്? നമ്മൾ കുറച്ച് തറവാടിന്റെ വ്യൂ കണ്ടിട്ട് വരാം. ഓക്കെ, എടച്ചെന്നാ പറയാ അല്ലെ? പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള പഴശ്ശിരാജാവ് കാലത്തെ പടനായകന്റെ രണ്ടാമത്തെ പടനായകന. പിന്നെ കുങ്കന്റെ സമാധി അടക്കിയിരിക്കുന്നത് അല്ലെ? കുങ്കനാന്ന് വിചാരിച്ചിട്ട് അവര് കൊണ്ട് തലവട്ടി അല്ലെ? അതാണ് ഇവിടെയുള്ളത്. അതിന്റെ ഇതൊക്കെ അത് മറ്റേ ഇവര് കൊടുത്താ അപ്പുറത്തെ അത് പിന്നെ ദാരമ്പിൽ ചെയ്യാന്നാ പറയാ. ശിവന്റെ അയാള് മനുഷ്യന്റെ രൂപത്തില് നമ്മള് ശബരിമല വന്നിട്ട് ഇല്ല കേറുന്നില്ല. എനിക്ക് കേറിക്കൂടാ പോയാ കേൾക്കാണ്. ഇത് ശരിക്കും ഇവിടെ ഏകദേശം 50ഓളം ഇതേപോലത്തെ തറവാടുകളുണ്ട് ഇവരുടെ. ആദ്യം 108 ഇപ്പൊ 57 തറവാടുകൾ. ആ തറവാടിന്റെ കീഴിലായിരിക്കും ഓരോ കുടുംബങ്ങൾ അല്ലെ? അങ്ങനെയുള്ള ഒരു കുടുംബം. ഇവിടെ 500 ചില്ലറ ആൾക്കാർ. എത്ര പേര്? 4000 പേര് ഈ കുടുംബത്തിൽ മാത്രം ഉണ്ടല്ലേ? വയനാട് ജില്ലയിലെ എല്ലാ ഭാഗത്തും. ഇതെന്താ ശരിക്കും പഴശ്ശിരാജന്റെ ഒപ്പരോ പടം നയിച്ചിട്ടുണ്ടായിരുന്നേ എടച്ചന കുങ്കന്റെ ഏട്ടനെയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. കുങ്കൻ എന്നെല്ലാം പറയുമ്പോ നമ്മള് ബഹുമാനം ഇല്ലാന്ന് പറയുന്നുണ്ടോ? കുങ്കൻ വെല്ലിച്ചൻ പടനായകനാ പട്ടത്തെ. നിങ്ങളല്ലേ ശരിക്കും ഇതൊക്കെ എന്താ സംഭവം? ഇത് കച്ചി ഒക്കലിട്ടിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് ഇതെന്നാ ഇത് ഈ ഒക്കല് ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ പറ്റില്ലേ?
ഇത് വേണം. ഇതാന്ന് മറ്റേ സ്റ്റെപ്പ് അല്ലേ നേരത്തെ പറഞ്ഞേ? ഇത് ഇവിടുത്തെ മണ്ണ് തന്നെയാ. ഇത് ഇപ്പോഴത്തെ മണ്ണ് അവിടെ നിന്ന് എടുക്കുന്ന മണ്ണിന്റെ കളർ മണ്ണിന്റെ കളറാ. ഇത് ഈ സൈഡോ? സിമെന്റ് ഒന്നും ഇട്ടില്ല. ഫുള്ള് മണ്ണാണ്. മഴ പെയ്ത് തന്നെ പോകും. ഇങ്ങോട്ട് വരും ഈ പഴക്കാരൻ. ഇതാണ് പണ്ട് പശീന ചാലത്തെ ഇവര് വെള്ളം എടുക്കുന്ന കിണറ്. മണ്ണിന്റെ അടിയിലുണ്ടെന്നോ മണ്ണ? ഇത് കുറിച്ച് ഇവിടുന്ന് കിട്ടുന്നത് മണ്ണ, ഈ വൈറ്റ് കളർ മണ്ണ. ഇത് ചുവന്ന മണ്ണ് കിട്ടും. ഇത് പണ്ട് കാലത്ത് ഈ 2 കളർ ഉപയോഗിച്ചിട്ടാണ് വീട് വൃത്തിയാക്കി കൊണ്ടുവരുന്നത്. നമ്മൾ കാവി ഇട്ടിട്ട് കണ്ടില്ലേ വീടിന് മുന്നിൽ, ഇവര് അതിന് പകരം കുഴിച്ചെടുത്ത ആ മണ്ണ് ഉപയോഗിക്കും.